വിരോധമൊന്നുമില്ലല്ലോ. എന്താ കുട്ടികൾ വേണ്ടെന്ന് വെച്ച്? വേണ്ടെന്നൊന്നും വെച്ചിട്ടില്ലല്ലോ. ഓ അത് ശരിയാ, സമയമായില്ലല്ലേ. കുട്ടികളും കൂടെ ആയ പിന്നെ വല്ലാത്ത മെനക്കേടാ, കരച്ചിലും പിഴിച്ചിലും ബഹളവും. മാത്രമല്ല, ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞാ ഈ പെണ്ണുങ്ങളുടെ സകല ഗ്ലാമർ ഒന്ന് പോവില്ലേ? സുന്ദരിയായ ഭാര്യയുടെ സൗന്ദര്യം ചുമ്മാ അങ്ങനെ പറിച്ചു കളയാൻ ഏത് ഭർത്താവിനും വിഷമം ഉണ്ടാവും, അല്ലേ മാഷേ? ഒരാശയവുമില്ല മാഷേ, നമുക്ക് കുറെ കഴിഞ്ഞിട്ട് മതി ഈ ഇടപാട്. നമുക്കോ എന്നുവെച്ചാൽ? അല്ല, മാഷക്ക് ഇതെന്തൊരു മര്യാദയാണ് മാഷെ? ഇവിടം വരെ വന്നിട്ട് വീട്ടിലോട്ടൊന്ന് ക്ഷണിക്കുന്ന പോലുമില്ലല്ലോ. രാജ്യഭാരം വിട്ടേ പിന്നെ തമ്പുരാക്കന്മാർക്ക് മര്യാദ കുറച്ച് കുറവാ. ആ പറഞ്ഞ എനിക്ക് ഇഷ്ടമായി. വിളിക്കാതെ തന്നെ ഞാനൊരു ദിവസം വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്തൊരു ശല്യം നോക്കണ്ട അശ്വതി. ഈ ഏപ്പിനെ കൊണ്ട് ഞാൻ തോറ്റുള്ളൂ ദൈവേ. കുമാരേട്ടൻ എന്തിനാണ് കാറ് കയറി പോരാൻ പോന്നെ? പിടിച്ച് പിടിയാലെ വലിച്ച് കാപ്പൂർ കയറ്റിയപ്പോൾ എന്താ ചെയ്യാ? അശ്രീകരം. അതും പോരാ, ഞാൻ കാറിരുന്നോണ്ടുള്ള അവന്റെ ഓരോ തോന്നിയാസം പറച്ചിലും എനിക്കും കൂടെ ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കാനാ തോന്നിയേ. എന്നിട്ടെന്ത് ചവിട്ടാഞ്ഞ്? അതെങ്ങനെയാ? കാറിന്റെ സുഹൃത്ത് ചക്ര ഏപ്പിന്റെ കയ്യിലല്ലേ? വലതും പറ്റിയ ഞാനെന്റെ അകത്തല്ലേ അശ്വതി? ചിരിക്കണ്ട, എനിക്ക് ദേഷ്യം വന്നുണ്ടല്ലോ. ബെറ്റിയുടെ പേടി ഇനി മാറിയില്ലേ? നോക്ക്, ഈ റിച്ചിയുടെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതെന്നുമെന്നും എന്റെ ബെറ്റി മാത്രമായിരിക്കും. കല്യാണത്തിന് മുൻപ് വേണ്ടിയില്ലായിരുന്നു തോന്നുന്നു റിച്ചി. മനസ്സുകൊണ്ട് വി ആർ ഓൾറെഡി മാരീഡ്. പിന്നെ പബ്ലിക് അറിയാൻ വേണ്ടി ഒരു ചടങ്ങ് എന്ന് വേണമെന്ന് ബെറ്റി പറഞ്ഞു. അന്ന് ഞാൻ റെഡി. എനിക്ക് വളരെ കുറച്ച് മോഹങ്ങളേ ഉള്ളൂ. ഞാനും എന്റെ റിച്ചിയും ഒരു കൊച്ചു കുടുംബം. യെസ്, ഐ ആം കമ്മിങ്. ഞാൻ വരുന്നു. ബെറ്റി, ഞാൻ പറഞ്ഞിരുന്നില്ലേ, മെർച്ചന്റ് നേവിയിലുള്ള എന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ദേ ആർ വെയിറ്റിംഗ് ഫോർ മീ. അടുത്ത കോട്ടയിലുണ്ട് വിത്ത് ഫാമിലി. കുറച്ച് സമയം ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് ഉടനെ വന്നേക്കാം. ബോറടിക്കില്ലല്ലോ? ഇല്ല. എത്ര നേരമായുടെ അകത്ത് കയറിയിട്ട്? ഇതിനൊക്കെ ലിമിറ്റഡ് ടൈം വെക്കണ്ടേ? കുറെ മെനക്കെട്ടിട്ടാ കൊത്തി എടുത്തോണ്ട് പോകുന്നത്. അത്ര പെട്ടെന്നങ്ങ് വിട്ടുതരാനൊക്കൂ? തഞ്ചവും തരവൊക്കെ നോക്കി കൈകാര്യം ചെയ്യേണ്ട കേസാ. കൃഷ്ണൻ എന്നുള്ള പേര് എനിക്കാണെങ്കിലും അവതാരം കൊണ്ട് സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഇവനാ. കരയിൽ ജീവിക്കുന്ന ഇവനെന്താ ഇതിനൊക്കെ പഞ്ഞം? കടലിലും കപ്പലിലുമായി കഴിയുന്ന ഞങ്ങൾക്കല്ലേ കാടാറ് മാസം നാടാറ് മാസം ഒക്കെ. അതിനെന്താ, കരക്കിറങ്ങിയ പിന്നെ ആർത്തിയല്ലേ? എന്റെ 6 മാസത്തെ കോട്ട നിങ്ങൾ 6 ദിവസം കൊണ്ട് ബീറ്റ് ചെയ്യും. എവിടെ ക്ഷീണൊക്കെ? അകത്ത് സുഖനിദ്രയില്ല, പെർഫോമൻസിന്റെ ക്ഷീണം. No, no, no. She is a particular type. Moreover, she is my wife. You mean wife? Yes, wife means my would-be. ഓരോ തവണ നീ വളച്ചുകൊണ്ട് വരുന്നതും നിന്റെ ഓരോ ഭാവിവതുമാരെ തന്നെയാണല്ലോ. അവസാനം നമ്മളെയെല്ലാം കല്യാണവും കഴിച്ച് അവളങ്ങ് തിരിച്ചു പോകും. എടാ അറിയാ, നമ്മളിത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കൃഷിയാണോ? അപ്പോ ആദ്യം ഞാൻ ചെന്ന് നിന്റെ സ്റ്റെനോഗ്രാഫർക്ക് ഒരു 5-6 ലെറ്റർ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്തിട്ട് വരാം. ദേ കല്യാണം കഴിക്കുന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ആകെ ത്രിൽഡായിട്ടിരിക്കുന്ന പെണ്ണ. ചവിട്ടും തൊഴിലും കിട്ടാൻ സൂക്ഷിച്ചു വേണം ഡിക്റ്റേറ്റ് ചെയ്യാൻ. നിനക്ക് അവളോടങ്ങനെ സെന്റിമെന്റ്സ് ഒന്നുമില്ലല്ലോ. എന്തോന്ന് സെന്റിമെന്റ്സ്? ഇതെല്ലാം ഓൺലി ഫോർ ദ ടൈം ബീയിങ്. എങ്കിൽ സമയം കളയണ്ട, ഞാൻ തന്നെ തുടങ്ങാം. കാരി ഓൺ. സകല ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ധൈര്യമായിട്ട് എന്നോളൂ. ഫസ്റ്റ് ചാൻസ് മാൻ. ഡോണ്ട് ഗെറ്റ് ഹറി ചരൺ. തന്റെ ഈ താടിയും തലപ്പാവും കണ്ട പെണ്ണ് പേടിച്ച് കായല് ചാടും. യു ഗോ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല.
മാഷേ മാഷേ. തമ്പുരാട്ടി, മാഷില്ലേ അവിടെ? കുമാരേട്ടാ, അയാൾ വന്നിരിക്കുന്നു. ആര്? ആ ശല്യന്നേ. ആര്? കുമാരേട്ടൻ എപ്പോഴും കളിയാക്കുമെന്ന് പറഞ്ഞില്ലേ അയാള്. അയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആ, എനിക്കറിയില്ല. ഞാനിവിടെ ഇല്ലെന്ന് പറയാനില്ലേ മോക്ക്? എനിക്കും ഇനി അങ്ങോട്ട് പോവാൻ. മാഷേ, അകത്ത് എന്താ ജോലി? തിരക്കാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ എന്താ ചെയ്യണ്ടേ? കാണിച്ചു തരാം. എന്താ? ഞാൻ വെറുതെ ഈ വഴിക്ക് വന്നപ്പം തമ്പുരാട്ടി മാഷ ഒന്ന് കാണാലെന്ന് വിചാരിച്ചു. ആര് പറഞ്ഞു ഇരിക്കാൻ? അത് കൊള്ളാം. ആരെങ്കിലും പറയണോ? വേണം. എന്റെ വീട്ടില് ഞാൻ പറയണം. എഴുന്നേക്കാം. എന്താ മാഷ ഇത്? പറഞ്ഞു മനസ്സിലായില്ലേ? എഴുന്നേക്കാൻ. ഇങ്ങനെയാ ഇപ്പൊ സൗകര്യം. ഇതാ വന്ന വഴി. ഇറങ്ങാം. അല്ല പക്ഷേ വേറെ പ്രശ്നമുണ്ട്. ഒരു പ്രധാനപ്പെട്ട ആ, കാര്യം. ഒരു കാര്യം പറയണ്ട. ഞാൻ ആരും കളിപ്പിള്ളയോ? ആ, വന്ന വഴിക്ക് പോവാ. പോവാൻ. ആ, ഇത് ഇത് കുമാരേട്ടാ, ആഹാ, മാഷ അവിടെ വിളിച്ചിരിക്കുക. ഇത് കൊള്ളാലോ. പക്ഷേ ചെങ്കോല് പിടിക്കേണ്ട കയ്യിൽ എന്തുവാ? ചൂലോ? ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് അറിയാമോ മാഷേ? അത് ഞാൻ അങ്ങോട്ട് വരണോ? മാഷക്ക് എന്താ ആ പടൊരു വെപ്രാളം? ഓ, അടുക്കളയിൽ ഭാര്യയെ സഹായിക്കായിരുന്നല്ലേ? എനിക്ക് മനസ്സിലായി. ഒരാക്ഷേപമില്ല മാഷേ. സ്നേഹമുള്ള ഭർത്താക്കന്മാരങ്ങനെ. മാഷ് എന്നെ ക്ഷണിച്ചില്ല, എന്നാലും വരിക എന്നുള്ള എന്റെ ഒരു മര്യാദയല്ലേ? ആ, മാഷിരിക്കേ. ആ, ഇങ്ങോട്ടിരിക്കും മാഷേ. തമ്പുരാട്ടേ, ആ ഒന്നിങ്ങോട്ട് വന്നേ. ഇവിടെ ഒരു വിരുന്നുകാരനുണ്ട്. തമ്പുരാട്ടിമാര് സൽക്കാരപ്രിയകളാണെന്നാണ് കേട്ടിട്ടുള്ളത്. അശ്വതി തമ്പുരാട്ടിയുടെ പാചകത്തിന്റെ രുചി എന്താണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. തമ്പുരാട്ടി പേടിക്കണ്ട. വിഭവസമൃദ്ധമായ സദ്യയൊക്കെ പിന്നീടാകാം. തൽക്കാലം ഐശ്വര്യമായിട്ട് ഒരു കാപ്പി. എന്താ വേഗം വേണം? എന്താ കണ്ണും കലാശമോ കാണിക്കുന്നത്? പാലില്ലേ? പഞ്ചസാരയില്ലേ? അതോ കാപ്പിപ്പൊടിയില്ലേ? എന്ത് പറഞ്ഞാലും ഞാൻ കാപ്പി കുടിച്ചിട്ടേ പോകൂ. പിന്നെ തമ്പുരാട്ടി, കാപ്പി തരാൻ ഭാവമില്ലെങ്കിൽ അടുക്കള കയറി ഞാനുണ്ടാക്കും. ആ, സാരിയേക്കാൾ തമ്പുരാട്ടിക്ക് ചേരുന്നത് മുണ്ട് നേരുക. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഐശ്വര്യം. ഈ വേഷത്തിൽ നിലവിളക്കിന് മുമ്പ് എന്നാൽ രവിവർമ്മയുടെ പെയിന്റിംഗ് പോലെ ഉണ്ടാവും. ഫാന്റാസ്റ്റിക്, റിയലി ഫാന്റാസ്റ്റിക്. നിലവിളക്ക്, നിറപറ, കസവ് നെരിതൊടുത്ത പെൺകുട്ടികൾ, കൈകൊട്ടിക്കളി, പാട്ട്, ഊഞ്ഞാലാട്ടം. ഓ, എന്റെ മാഷയെ അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് മാഷോട് എന്ത് അസൂയാണെന്നറിയോ? മാഷ് എന്റെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് ഫ്രാങ്ക് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോട്ടെ? സത്യത്തിൽ മാഷിന്റെ ഭാര്യയെ പോലൊരു തമ്പുരാട്ടിയെ എവിടെ നിന്നെങ്കിലും കട്ടുകൊണ്ടെങ്കിലും പോരണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഒന്ന് നിർത്തണോ? അകത്ത് കാപ്പി ഉണ്ടാക്കാനുണ്ട്. മാഷേ, മാഷേ, എനിക്ക് മാഷേ, ഇവിടെ മാഷേ, ഇവിടെ ആ വാതിലും തുറന്നേ. വാതിൽ തുറക്കാനോ? എന്തിന്? വാതിലും തുറക്കാനേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. പാതിരാത്രി ഒരു മനുഷ്യനെ ശല്യപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാ. എന്തായാലും നാളെ നേരം പറഞ്ഞിട്ട് മതി. വേറൊരു പ്രശ്നമുണ്ടെന്നേ. വാതിലുറക്ക്. വലിയ സ്വൈനക്കേടായല്ലോ ദൈവേ. മനുഷ്യനെ വഴി നടക്കാനും സമ്മതിക്കില്ല, സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. എന്നുവെച്ചാൽ കുമാരേട്ടാ, എന്ത് പറ്റി? ആരോടെ സംസാരിക്കണേ? എന്ത് പറ്റിയെന്ന്? അവൻ വന്ന് വിളിച്ചു എന്ന് എനിക്ക് തോന്നി. ആര്? ശരിക്കും കണ്ട പോലെ. ഈ കുമാരേട്ടന്റെ ഒരു കാര്യം ആവശ്യമില്ലാണ്ട് ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാ. ഉണ്ടായി കിടന്ന് ഉറങ്ങിക്കേ.
അശ്വതി, ആ ജനലും നടച്ചേ. ആരെ കുമാരേട്ടനെ പേടിക്കണേ?